ഹലോ മക്കളെ, നിങ്ങൾക്ക് ഗെയിംസ് ഇഷ്ടമാണോ? അതിപ്പോൾ ഈവൻ മൊബൈൽ ഗെയിംസ് ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഓഫ്ലൈൻ ഗെയിംസ് ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കാം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആക്ച്വലി ഏൺ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന 3 ഡിഫറെന്റ് ബ്രെയിൻ ഗെയിംസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് കാണാൻ വേണ്ടി പറ്റും, ഫ്രം പ്ലേ ടു പേ ചെക്സ് അല്ലേ. ജസ്റ്റ് ഒരു ഗെയിമിൽ നിന്ന് ഒരു കളിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ആക്ച്വലി പേ ചെക്സ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മേജർലി മീൻ ചെയ്യുന്നത്. അപ്പം 3 ഏരിയാസ് അല്ലെങ്കിൽ 3 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 3 ഗെയിംസ് ആണ് നമ്മൾ മേജർലി പരിചയപ്പെടുത്തുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ചെസ് എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ ആണ് സ്പീഡ് ക്യൂബിംഗ് എന്ന് പറയുന്നത്, ആൻഡ് തേർഡ് വൺ ആണ് മാത്ത് ആൻഡ് ലോജിക്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തേർഡിന്റെ കേസിലായിരിക്കും, അതായത് മാത്ത് ആൻഡ് ലോജിക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യുക, ഒരു പസിൽസ് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ പസിൽ സോൾവ് ചെയ്യാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ആ ഒരു സ്കിൽ സെറ്റ് ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കരിയർ അദ്ദേഹത്തിന് മേക്ക് ചെയ്യാം, എങ്ങനെയാണ് ആക്ച്വലി അദ്ദേഹം ഏൺ ചെയ്യുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ഫസ്റ്റ് വണ്ണിലേക്ക് നമുക്ക് കടക്കാം, ചെസ് ആണ്. അപ്പോൾ ചെസ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആസ് ആൻ ഇന്ത്യൻ നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. പ്രത്യേകിച്ച് റീസെന്റ് ടൈംസിൽ ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പട്ടം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം ഇന്ന് 92 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് നിലവിലുള്ളത്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു പ്ലെയർ ആയി വളരുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കും ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പട്ടമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചെസ്സിൽ തന്നെ നമുക്ക് മേജർലി നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ടൂർണമെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിഫറെന്റ് പ്രൈസസിലൂടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോമ്പറ്റീഷനുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഹയർ ആണ്. കോമ്പറ്റീഷനും ഹയർ ആണ്, അതുപോലെ തന്നെ പ്രൈസസും ഹയർ ആണ്. സോ അവിടെ ഒബ്വിയസ്ലി ഒരു ചാൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ട് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് സ്കിൽ ലെവൽസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരു ഹൈ ലെവൽ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർ ലെവലിലുള്ള സ്റ്റുഡൻസിനോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചെസ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നവർക്കോ നിങ്ങൾക്ക് കോച്ചിങ് ക്ലാസ്സസും അതിന്റെ ബേസിക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നിങ്ങൾക്ക് അവിടെ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചെസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെ, സ്ട്രീമേഴ്സിനെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കാണാൻ പറ്റും. ഇവരും അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആവട്ടെ, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആവട്ടെ, ആ രീതിയിൽ അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞു, നമുക്ക് ഏറ്റവും മേജർലി അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ചെസ്സിൽ നിന്ന് ടൂർണമെന്റ്സ് വഴി തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഗെയിംസ് അനലൈസ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നമുക്ക് കോച്ചിങ് മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ പൈസ ഏൺ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തു. അപ്പോൾ ചെസ്സിനെ ബേസ് ചെയ്തിട്ട് ഫിഡെ ആണ് അവിടുത്തെ മേജർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ വരുന്നത്. അവരാണ് റേറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവരും അതുപോലെ തന്നെ അതല്ലാതെ വേറെ ഓർഗനൈസേഷൻസ് നടത്താറുണ്ട്. ഒരുപാട് ചെസ് ഇവന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെസ് ടൂർണമെന്റ്സ് ഓരോ വർഷവും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. ഓക്കെ, രണ്ടാമത്തതാണ് സ്പീഡ് ക്യൂബിങ്. ചെസ്സിന്റെ അത്ര തന്നെ പോപ്പുലർ ആണ് ഒരു സ്പീഡ് ക്യൂബിംഗ് കോമ്പറ്റീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ WCA ആണ് ഇവിടുത്തെ മേജർ ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നത്, അതായത് വേൾഡ് ക്യൂബിംഗ് അസോസിയേഷൻ. അപ്പോൾ ഇവരുടെ അണ്ടറിൽ ഒരുപാട് ഇവന്റ്സ്, ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഇവന്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് മേ ബി നമ്മൾ ചിലപ്പം അത് അറിയുന്നുണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ അത് അത്ര പബ്ലിക്കലി നമുക്ക് ആക്സസിബിൾ അല്ലാത്തത് കൊണ്ട്, അതായത് അവരുടെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ അപ്കമിങ് ടൂർണമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്യൂബിംഗിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് WCAയുടെ സൈറ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു സ്പീഡ് ക്യൂബിംഗ് കോമ്പറ്റീഷനുകൾ ടൂർണമെന്റ്സിൽ മത്സരിച്ച് നിങ്ങൾക്ക് അങ്ങനെ പ്രൈസസും കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ ഒരു സ്ട്രീമിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി ആയി അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് മേക്ക് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് പസിൽ ഡിസൈനർ ആയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇവന്റ് കോർഡിനേറ്റർ, ഇപ്പോൾ സ്പീഡ് ക്യൂബിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ഇവന്റ് കോർഡിനേറ്റേഴ്സ് ആയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ക്യൂബിങ്ങിലൊക്കെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ഒരു ബ്രാൻഡ് വളർത്തിയെടുത്ത് നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡ്സിനായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് സ്പോൺസർഷിപ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടേതായ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒബ്വിയസ്ലി ഇപ്പോൾ ആ ഒരു ക്യൂബ്സ് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസ് റിലേറ്റ് ചെയ്തിട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് മാത്ത് ആൻഡ് ലോജിക്. അപ്പോൾ പസിൽസിൽ ഹെവിലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെ മാത്തിലാണെങ്കിലും ലോജിക്കിലാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പസിൽസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്ക്
നമുക്ക് എട്ടെക്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ? ആസ് എ ടീച്ചറായിട്ടും അതുപോലെ തന്നെ കരിക്കുലം ഡിസൈനർ ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് 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 ഓപ്ഷൻസ് തീർച്ചയായിട്ടും അവർക്ക് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പസിൽസിന്റെയും ലോജിക് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഓർഡർ ആയിട്ട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഇനിയും മേക്ക് ചെയ്യണമല്ലോ, അപ്പൊ അതിന്റെ ഒരു ഓർഡർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എൻവിറോൺമെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് എല്ലാ എക്സാംസിനും ലോജിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ഒരു മേജർ ചങ്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു എക്സാംസിനൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ആപ്റ്റിറ്റ്യൂഡ് കോച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് അതിപ്പോൾ ഏത് ലെവലിലാവട്ടെ, ഇനി ഗവൺമെന്റ് എക്സാംസ് ആവട്ടെ, അതുപോലെ തന്നെ പ്രൈവറ്റ് എക്സാമിനേഷൻസ് ആവട്ടെ, ഇനി കോർപ്പറേറ്റ് ജോബ്സിനുള്ള ഇനീഷ്യൽ ലെവൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻസ് ആവട്ടെ, ഇവിടെയൊക്കെ തന്നെ ഹെവിലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കിൽ തന്നെയാണ് ലോജിക്കൽ അതുപോലെ തന്നെ മാത്സ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പസിൽസിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ മണി മേക്ക് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കരിയർ തീർച്ചയായിട്ടും ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എട്ടെക്കിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് ഓപ്ഷൻസ് ആണ് കൃത്യമായിട്ട് എട്ടെക്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗെയിം ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.